മമ്മൂട്ടി ഹനീഫ് അദേനി ടീമിന്റെ പുതിയ ആക്ഷൻ ത്രില്ലർ ചിത്രം ദി ഗ്രേറ്റ് ഫാദർ റിലീസായി. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയത്തെ മുഴുനീള ത്രില്ലർ ചിത്രമായാണ് ഹനീഫ് അദേനി ഒരുക്കിയിരിക്കുന്നത്. ആദ്യ പകുതിയിലെ ഇമോഷണൽ രംഗങ്ങൾ മികച്ച രീതിയിലാണ് മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചിരിക്കുന്നത്. നേരത്തെ ചിത്രത്തിന്റേതായി പുറത്തിറങ്ങിയ ടീസറുകളിലെ പുകഴ്ത്തിപ്പറയുന്ന ഡയലോഗുകൾക്കെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു. എങ്കിലും അതല്ല ചിത്രം എന്നതാണ് സത്യം. യാതൊരുവിധ മസാല പ്രദർശനവുമില്ലാതെയുള്ള നല്ല ഒരു ട്വിസ്റ്റിലൂടെ അവസാനിക്കുന്ന ത്രില്ലർ ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ചിത്രം റിലീസിന് എത്തിയത്. സമീപകാലത്ത് ഇറങ്ങിയ മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലിഷ് ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. ആദ്യ പകുതി ഇഴഞ്ഞു നീങ്ങിയപ്പോൾ രണ്ടാം പകുതിക്ക് വേഗത കൂടി. കഥയുടെ പുതുമയില്ലായ്മ ഈ ചിത്രത്തിന് വെല്ലുവിളിയാണെങ്കിലും തീർച്ചയായും കണ്ടിരിക്കാൻ കഴിയുന്ന ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. ആക്ഷൻ ത്രില്ലർ പ്രതീക്ഷിച്ചവർക്ക് ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാനും ചിത്രത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഇത് വിമർശനത്തിനും കാരണമായി മാറി. വാപ്പച്ചിയുടെ അവസാന പിടിവള്ളിയാണ് ഗ്രേറ്റ് ഫാദർ എന്നും അതിനാലാണ് ദുൽഖർ പ്രൊമോഷൻ ചെയ്യുന്നത് എന്നും പലരും ദുൽഖറിന്റെ പോസ്റ്റിന് കമന്റ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ചിത്രത്തിന്റെ പ്രസക്തിക്ക് മങ്ങലേൽക്കുന്നില്ല. വലിയ പ്രതീക്ഷയ്ക്ക് വില നൽകാതെ മമ്മൂക്കിയുടെ ഒരു സ്റ്റൈലിഷ് ഫാമിലി ത്രില്ലർ പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങളെ ഒരിക്കലും ഈ ചിത്രം നിരാശരാക്കില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.